നമുക്ക് അടിപൊളി ഒരു തലക്കറി ഉണ്ടാക്കാം അല്ലേ. അപ്പം അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറിയ ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കിനും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുകൊന്ന് പൊട്ടുന്നിടം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി വരണം. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എപ്പോഴും മീൻ കറിക്ക് ടേസ്റ്റ് ഉള്ളി തന്നെയാണ്. ഉള്ളി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറമായി വരും. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊരു മൂത്ത് വരണം. ഇത് ഏകദേശം ഈ ഒരു ബ്രൗൺ ഷെയ്ഡായി വരണം. അപ്പോഴത്തേക്കിനും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, ഒരുപാട് എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പാകത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ട് നല്ലതുപോലെ ഒന്ന് ആ മുളകിൻ്റെ കാരം ഒന്ന് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ മീൻ കറിയിൽ മുളകിൻ്റെ കാരം ചുവയ്ക്കുന്നതാണ്. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ആ മസാലയ്ക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കുടംപുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ കുടംപുളിയാണ് നമ്മളെടുത്ത് യൂസ് ചെയ്തത്. വേണം നമുക്ക് ആ വെള്ളവും യൂസ് ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. കാരണം പുളിയിട്ട് വെച്ച വെള്ളമാണല്ലോ. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് ഒരുപാട് ഇളക്കരുത്. കാരണം മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ആ മീനിനകത്ത് ആ ഒരു മസാലയെല്ലാം കൂടെ പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാകി കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തിളച്ച് മീനിനകത്ത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായി വരും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയുമായി വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ